അമേരിക്കൻ പ്രസിഡന്റ് എന്ന് കേട്ടാൽ വലിയ പേരുള്ളവരാണ്. നമ്മൾ എത്രയോ പേരുകളാണ് അഭിമാനപൂർവ്വം ഓർത്തിരിക്കുന്നത്. എബ്രഹാം ലിങ്കണെയൊക്കെ നമ്മൾ ചരിത്രത്തിൽ ആവർത്തിച്ച് പറയുന്ന പേരുകളാണ്. പേരുള്ളവരുണ്ട്. ക്രൂരത പ്രവർത്തിക്കുമ്പോഴും അവരവരുടെ അന്തസ്സ് നിലനിർത്തിയവരായിരുന്നു പല അമേരിക്കൻ പ്രസിഡന്റുമാരും. എന്നാൽ വെറും പാഴും ഒരു മരപ്പാഴും ആ സ്ഥാനത്തേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ്? ദേ ഒരു പത്രസമ്മേളനത്തിലെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പത്രക്കാരെ അഭിമുഖീകരിക്കുന്ന വിഷ്വൽ ഒന്ന് കാണിക്കാം. ലോകത്തിലെ പത്രങ്ങൾക്ക് മുമ്പിൽ ലോകത്തിൻ്റെ നായകൻ നിന്ന് പറയുന്ന വാക്കുകളാണ്. Unlike other politicians, they would like the questions screened. I don't ask for screening of the questions. You can ask me anything you want. You can talk sex. You can do whatever the hell you want. ഒന്നുകൂടി കേട്ടോളൂ. And I am asked to take a few questions. And unlike other politicians, they would like the questions screened. I don't ask for screening of the questions. You can ask me anything you want. You can talk sex. You can do whatever the hell you want. കണ്ടില്ലേ, യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ പത്രസമ്മേളനമായിരുന്നു. പുള്ളി പറഞ്ഞെന്താ? പുള്ളി എന്ത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാം. സെക്സിനെ കുറിച്ച് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്ത് നരകത്തിനെ കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കൂ. അതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് സെക്സിനെ കുറിച്ച് ചോദിക്കണം. എപ്സ്റ്റീനിൽ പോയപ്പോൾ എന്തുവാ ചെയ്തേ? പ്രായപൂർത്തിയായവരായിരുന്നോ അല്ലയോ? അല്ലെങ്കിൽ എന്തൊക്കെ വിക്രിയകളാണ് കാണിച്ചിട്ടുള്ളത്? ഇതൊക്കെ ചോദിക്കാനാണ് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട്. എത്ര കോടി രൂപയുടെ കോട്ടായിരിക്കുമെന്നറിയാമോ അമേരിക്കൻ പ്രസിഡന്റ് ഇട്ടേക്കുന്നത്? അതിട്ടുകൊണ്ട് അതിനുള്ളിൽ ആ കയറാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു ശരീരം വെച്ചുകൊണ്ട് ഈ വരട്ട് വാദമാണ് അദ്ദേഹം ചാനലുകളോട് ഉന്നയിക്കുന്നത്. ഇനി അടുത്ത വേറൊരു സ്പെഷ്യൽ ഉണ്ട്, അത് കേട്ടോളൂ. അതാണ് ഇതിനേക്കാൾ രസം. A man that we just discussed, the king, the future king of Saudi Arabia, and I also love the king of Saudi Arabia. What a man he is. When I was there, we bonded. He would grab me to get up. He was a little frail at the time, but this was a long time ago, and he's still doing well. And he'd grab my arm to get up when I was sitting next to him. And they said that's the only time he's ever grabbed anybody. He would grab me all the time. And I said, I think he likes me. And he did like me, and he still likes me, and he's a great man, and say hello to him. He's a great guy with a great son. But a short time ago, we were together, and he looked at me, and he said, you know, it's amazing. 1 year ago, you were a dead country. Now you're the hottest country anywhere in the world. He didn't think this was going to happen. He didn't think he'd be kissing my ass. He really didn't. He thought he'd be... പറഞ്ഞെന്താന്ന് കേട്ടോ? സൗദി അറേബ്യയിലെ രാജാവ് നല്ല മനുഷ്യൻ, വളരെ മിടുക്കനായ മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ അടുത്തിരിക്കാറുണ്ട്, നല്ല ഫ്രണ്ടാണ്. എൻ്റെ കൈകളിൽ ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ആരെയും ഇങ്ങനെ പിടിക്കാറില്ല, പുള്ളിയെ മാത്രമേ പിടിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രാജ്യം ഒരു ഡ്രൈ രാജ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര സമ്പന്നമായ രാജ്യമായി, നിങ്ങളാണ് ഇതെല്ലാം മാറ്റിമറിച്ചതെന്ന് പറഞ്ഞപ്പം എൻ്റെ അസിൽ പുള്ളി ചുംബിച്ചു. കുണ്ടിയോട് ചേർത്ത് പിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ പൊന്നെ. സത്യം പറഞ്ഞാൽ ഗതികേട് കൊണ്ട് ഇയാളെ കൊണ്ടു നടക്കുന്നെന്നുള്ളതല്ലാതെ വെറുതെ മാനസിക രോഗം പോലെ അങ്ങ് പറയുക. എന്നെ എന്താ പറയുന്നത്, ഇറാൻ്റെ പരമാധികാരിയാക്കി അവരെല്ലാം കൂടെ എന്നെ ആകാൻ വേണ്ടി വിളിച്ചു എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഗുണ്ട് യഥാർത്ഥത്തിൽ അങ്ങ് അടിക്കുക. പുള്ളിയുടെ പേരാ അമേരിക്കൻ പ്രസിഡൻറ്റ്. എന്തൊരു കോമഡിയാണെന്ന് ഓർക്കണേ.